ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗാഥ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കളിയാപ്പോടെ കൊക്കോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? ഞാൻ ആദ്യമായിട്ടാണ് കൊക്കോ കാണുന്നത്. നിങ്ങൾ വീട്ടിൽ കൊക്കോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാനിപ്പോൾ നിൽക്കേണ്ടത് ഇടുക്കിയിലാണ് ഗായ്സ്. ഇവിടെ ഒത്തിരി കൊക്കയുണ്ട്. എവിടെ നോക്കിയാലും കൊക്കോ മരം എൻ്റെ വീട്ടിലൊന്നും ഇല്ല. അവിടുത്തെ കൊക്കോയും അവിടുത്തെ പൂവ് ബാക്കി നിങ്ങൾക്ക് കാണാം. നല്ല വേലായതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ചേക്കുവാ. നമുക്ക് ഒരുമിച്ച് കൊക്കോ മരം കാണാം. അപ്പോഴൊക്കെ ഇതാണ് കൊക്കോ മരം. കുറെ കൊക്കോസ് കണ്ടാ നിങ്ങളെല്ലാം? അതിൻ്റെ ഇടയ്ക്കെല്ലാം ഉണ്ട് കൊക്കോ. ഇഷ്ടപ്പെട്ടാ? അതിൻ്റെ കൊക്കോണ നല്ല ഭംഗിയാണ്. അതിൻ്റെ ലീഫ് കണ്ടാ? ഇതിൻ്റെ ഉള്ളിൽ കൊക്കോണാണ്. ലൈക്ക് ചെയ്യണേ. ഈ കൊക്കോ ചെടിയുടെ കുരു കൊണ്ടാണ്, ഈ കൊക്കോയുടെ കുരു കൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കാറില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കൊക്കോയുടെ പൂവാ നോക്കിയിരിക്കണത്. കണ്ട പൂവെല്ലാരും കണ്ടെങ്കിൽ ഇത് കണ്ട എല്ലാം ഫ്ലവേഴ്സാ ബേബി. എല്ലാം കൊക്കോയാവും. കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്ക് കഴിയിട്ടല്ല. ഈ കൊക്കോയിൽ ഒരു വള്ളിച്ചെടി നിൽക്കണ കണ്ട? അതെന്താന്ന് കമന്റ് ചെയ്യണേ. എനിക്കിത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് മേലെ കൊക്കോ മരത്തിന് ഭയങ്കര പൈസ കിട്ടുമെന്നാ പറയണേ. കൊക്കോ മരം പഠിക്കാൻ അണ്ണാനും കുരങ്ങനും എല്ലാരും ഉണ്ട് ഗായ്സ്. സമയം കളയണ്ട, നമുക്ക് കൊക്കോ പഴം തിന്നാം. അപ്പൊ തുടങ്ങുവല്ലേ? ലെറ്റ്സ് ഗോ. കൊക്കോ എങ്ങനെയാ പൊട്ടിക്കണേന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ താഴെ വെച്ച് കൈ വെച്ച് അടിച്ച് അതും പൊട്ടിയില്ല. കൈ വലിച്ച് പിന്നെ താഴെ ഇട്ട് പൊട്ടിക്കാൻ നോക്കി. കുറേ വശം പൊട്ടിച്ച് നോക്കി ഗായ്സ്. അപ്പോഴാണ് ഒരു വശം തട്ടി നോക്കിയിട്ട് അത് പൊട്ടിയില്ല ഗായ്സ്. എന്ത് മമ്മി എനിക്ക് കൊക്കോ പൊട്ടിച്ചെന്ന് ഞാൻ തുറന്നപ്പോൾ കൊക്കോ കണ്ട? ആ കൊക്കോയുടെ ഉള്ളിൽ കാണാൻ നല്ല വൈറ്റ് കളർ ഗായ്സ്. നിങ്ങൾ കണ്ടോ? ഞാൻ കഴിച്ചു നോക്കാൻ പോവാ. ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. അത് വാരിപ്പോയി നമ്മൾ ചട്ടുപോകും. ചപ്പി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗായ്സ്. പിന്നെ ഞാൻ കൊക്കോ മരം ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.